2022 മാർച്ചിൽ പശ്ചിമാഫ്രിക്കൻ രാജ്യമായ മാലിയിലെ മൗറ എന്ന ഗ്രാമം സാക്ഷിയായത് ലോകം നടുക്കിയ ഒരു വംശഹത്യയ്ക്കായിരുന്നു. തീവ്രവാദികളെന്നാരോപിച്ച് ഏകദേശം 500-ലധികം നാടോടി വംശീയ വിഭാഗമായ ഫുലാനികളെയാണ് കൂട്ടക്കൊല ചെയ്തത്. ഇസ്ലാം മതവിശ്വാസികളായ ഫുലാനികൾ ലോകത്തിലെ ഏറ്റവും വലിയ നാടോടി വിഭാഗങ്ങളിലൊന്നാണ്. മാലി സൈന്യത്തോടൊപ്പം കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്തതാകട്ടെ വാഗ്നർ ഗ്രൂപ്പ് എന്ന റഷ്യൻ കൂലി സൈനിക വിഭാഗവും. സ്ത്രീകൾക്ക് നേരെ അതിക്രമം നടത്തിയും പാവം ജനങ്ങളെ കൂട്ടക്കൊല ചെയ്തും ആ സേന ചെയ്ത പാതകത്തെ ഐക്യരാഷ്ട്രസഭയും അപലപിച്ചു. സുരക്ഷാ സഹായത്തിന് പകരമായി സ്വർണ്ണഖനികളിൽ കണ്ണുവച്ച വാഗ്നർ സേന തൊട്ടടുത്ത രാജ്യമായ ബുർക്കിന ഫാസയിലും ഭീതി പടർത്തി. സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്, സുഡാൻ, ലിബിയ തുടങ്ങിയ രാജ്യങ്ങളിലും വാഗ്നർ സേന ഇന്ന് നിർണായക സ്വാധീനമാണ്. ആഫ്രിക്കയിലെ സ്വർണ്ണ വജ്ര ഖനികളിൽ നിന്നുള്ള വരുമാനത്തിലൂടെ തദ്ദേശീയ ആഫ്രിക്കൻ ജനവിഭാഗങ്ങളെ അടിച്ചമർത്തി വളർന്ന ഈ റഷ്യൻ കൂലിപ്പട്ടാളത്തിന് പിന്നിൽ ആരാണ്? കവർച്ച, വഞ്ചന, ക്രിമിനൽ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് 13 വർഷം തടവ്. പിന്നീട് ഹോട്ട് ഡോഗ് വിൽപ്പനയിലൂടെ കെട്ടിപ്പടുത്ത ബിസിനസ് സാമ്രാജ്യം. യെവ്ഗിനി പ്രിഗോഷിൻ എന്നായിരുന്നു അയാളുടെ പേര്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി അടുത്ത ബന്ധം കണ്ട് നാട്ടുകാർ വിളിച്ചു പുടിന്റെ കുശിനിക്കാരൻ. 2011 വാഗ്നർ ഗ്രൂപ്പ് എന്ന സ്വകാര്യ സൈനിക കമ്പനി രൂപീകരിച്ച് ആഫ്രിക്കൻ വൻകരയിൽ പ്രിഗോഷിൻ തന്റെ സൈനിക സാന്നിധ്യം ഉറപ്പിച്ചു. പാശ്ചാത്യ രാജ്യങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ആഫ്രിക്കൻ ഭരണകൂടങ്ങൾക്ക് സൈനിക സഹായം വാഗ്നർ ഗ്രൂപ്പ് വാഗ്ദാനം ചെയ്തു. പകരം ഒരാവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ: ആഫ്രിക്കയിലെ സ്വർണ്ണ വജ്ര ഖനികളുടെ അവകാശം. അങ്ങനെ അസ്ഥിരമായ രാഷ്ട്രീയ സാഹചര്യം നേരിടുന്ന പശ്ചിമാഫ്രിക്കയിലെ ഏകാധിപത്യ സർക്കാരുകൾക്ക് കാവൽപ്പട്ടാളമായി റഷ്യയുടെ ഈ നിഴൽ സൈന്യം ഇന്നും പ്രവർത്തിക്കുന്നു. വ്യക്തിപരമായ സുരക്ഷയ്ക്കും അട്ടിമറി ശ്രമങ്ങൾ തടയാനുമാണ് വാഗ്നർ ഗ്രൂപ്പിന്റെ സഹായം ആഫ്രിക്കൻ ഭരണാധിപന്മാർ തേടുന്നത്. സഹാറ മരുഭൂമിയുടെ അതിരുകൾ മുതൽ ആഫ്രിക്കയിലെ സ്വർണ്ണഖനികൾ വരെ നീളുന്ന അവരുടെ സ്വാധീനം ലോകരാഷ്ട്രീയത്തെ മാറ്റിമറിക്കുന്ന അവസ്ഥ വരെ എത്തിച്ചു. യെവ്ഗിനി പ്രിഗോഷിൻ എന്ന നേതാവ് ഇന്ന് ചരിത്രത്തിന്റെ ഭാഗമാണ്. എന്നാൽ അദ്ദേഹം മാലിയിലും ബുർക്കിനോ ഫാസയിലും നട്ടുവളർത്തിയ വിത്തുകളെ പ്രിഗോഷിന്റെ മരണശേഷവും വലിയൊരാഗോള സാധ്യതയാക്കി റഷ്യ മാറ്റി. '23 യെവ്ഗിനി പ്രിഗോഷിൻ ഒരു വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടതോടെ ഒരു യുഗം അവസാനിച്ചു. അതിലും ദുരൂഹതയേറെയാണ്. സൗഹൃദം ശത്രുതയ്ക്ക് വഴിമാറിയ അവസ്ഥയിൽ പ്രിഗോഷിൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഭരണത്തിനെതിരെ ഒരു സൈനിക ലഹള നടത്തിയിരുന്നു. അതിന് 2 മാസത്തിന് ശേഷമായിരുന്നു ഈ അപകടം. വിമാനത്തിനുള്ളിൽ നടന്ന സ്ഫോടനമാണ് വിമാനത്തിന്റെ തകർച്ചയ്ക്ക് കാരണമെന്ന് US രഹസ്യാന്വേഷണ ഏജൻസികൾ പറയുന്നു. മരണത്തിൽ പുടിനോ ഭരണകൂടത്തിനോ പങ്കില്ലെന്ന് റഷ്യൻ സർക്കാരും. പ്രിഗോഷിന്റെ മരണശേഷം വാഗ്നർ ഗ്രൂപ്പിനെ റഷ്യൻ പ്രതിരോധ മന്ത്രാലയം നേരിട്ട് നിയന്ത്രിക്കാൻ തുടങ്ങി. റഷ്യൻ മിലിറ്ററി ഇന്റലിജൻസ് മേധാവി ജനറൽ ആന്ദ്രേ അവര്യാനോവാണ് മേൽനോട്ടം വഹിക്കുന്നത്. ഇപ്പോൾ ആഫ്രിക്ക കോർപ്സ് എന്ന പുതിയ പേരിലാണ് അറിയപ്പെടുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇടപെടൽ ഒഴിവാക്കാൻ മാലിയും ബുർക്കിന ഫാസയും ചേർന്ന് രൂപീകരിച്ച അലയൻസ് ഓഫ് സഹേൽ സ്റ്റേറ്റ്സ് എന്ന സഖ്യം ഇന്ന് റഷ്യൻ സുരക്ഷാ കവചത്തിന് കീഴിലാണ്. സംരക്ഷിക്കാൻ വന്നവർ തന്നെ സംഹാര രൂപമെടുക്കുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിലെ കാഴ്ച ആധുനിക ചരിത്രത്തിലെ വലിയ ദുരന്തമാണ്. അത് ആവർത്തിക്കുന്നുമുണ്ട്. വജ്രഖനനത്തിലൂടെ ലഭിക്കുന്ന പണം ആഭ്യന്തര യുദ്ധങ്ങൾക്കും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട്. ഇതിനെയാണ് ബ്ലഡ് ഡയമണ്ട് എന്ന് വിളിക്കുന്നത്.
സായുധ സംഘങ്ങൾ ഗ്രാമവാസികളെ തോക്കിൻമുനയിൽ നിർത്തി ഖനികളിൽ നിർബന്ധിതമായി ജോലി ചെയ്യിക്കുന്നു. തൂക്കും അടിച്ചമർത്തലും വിതയ്ക്കുന്ന ദുരിത ജീവിതം ജനാധിപത്യത്തിൽ നിന്ന് മാറി നടക്കുന്ന പശ്ചിമാഫ്രിക്കൻ രാജ്യങ്ങൾക്ക് പുതുമയല്ല. അധികാരത്തിനും പണത്തിനും വേണ്ടി പാവപ്പെട്ടവന്റെ രക്തമൊഴുക്കുന്ന ഈ കളികൾ എന്നവസാനിക്കുമെന്ന് ആർക്കും അറിയില്ല. ആഫ്രിക്കൻ ഭൂമിയിലെ വംശീയ പോരാട്ടങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു.